രാഹുൽ ഗാന്ധി രാവിലെ തന്നെ വയനാട്ടിലേക്ക് എത്തുകയാണ്. 11 മണിയോടെ കൽപ്പറ്റയിൽ നടക്കുന്ന റോഡ് ഷോ നയിക്കും. മുപ്പൈനാട് ഗ്രാമപഞ്ചായത്തിലെ തലയ്ക്കൽ ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിൽ എത്തുന്ന രാഹുൽ ഗാന്ധി റോഡ് മാർഗം ആണ് റോഡ് ഷോ ആരംഭിക്കുന്ന കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡിൽ എത്തുന്നത്. KPCC പ്രസിഡന്റ് K. സുധാകരൻ, രമേശ് ചെന്നിത്തല, PK കുഞ്ഞാലിക്കുട്ടി, അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കൾ റോഡ് ഷോയിൽ പങ്കെടുക്കും. 7 നിയമസഭാ മണ്ഡലങ്ങളിലെ പ്രവർത്തകർ റോഡ് ഷോയിൽ അണിനിരക്കും. സിവിൽ സ്റ്റേഷൻ പരിസരത്ത് റോഡ് ഷോ അവസാനിച്ച ശേഷം ഉച്ചയ്ക്ക് 12 മണിയോടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. നാളെ സ്മൃതി ഇറാനിയും വയനാട്ടിലേക്ക് എത്തുന്നുണ്ട്. K. സുരേന്ദ്രന്റെ റോഡ് ഷോയിൽ ആണ് പങ്കെടുക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളുമായി CV അനുമോദും ഡാൻ കുര്യനും ആണ് ചേരുന്നത്. ആദ്യം അനുമോദിലേക്ക്. അനുമോദ്, രാഷ്ട്രീയ കേരളം ഇന്നത്തെ ദിവസം തീർച്ചയായും വയനാട്ടിലേക്ക് ചുരുങ്ങും എന്നതിൽ തർക്കമില്ല. കാരണം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഗതി നിർണയിച്ചതിൽ നിർണായകമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം. വയനാട് എങ്ങനെയാണ് ഒരുങ്ങിയിട്ടുള്ളത്? അഭിലാഷ്, രാഹുൽ ഗാന്ധിയുടെ വരവിനായി വയനാട് കാത്തിരിക്കുകയാണ്. വയനാട് മാത്രമല്ല, മലബാർ ഒന്നാകെ. കാരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം വയനാട്ടിൽ രാഹുൽ മത്സരിക്കുന്നുവെന്ന് പ്രഖ്യാപനം വന്നതിന് ശേഷം രാഹുൽ ആദ്യമായാണ് വയനാട്ടിലെത്തുന്നത്. ഇന്ന് പത്രികാ സമർപ്പണത്തിന് മുൻപുള്ള റോഡ് ഷോ അതുകൊണ്ട് തന്നെ ഒരു ശക്തി പ്രകടനമാക്കി മാറ്റുകയാണ് കോൺഗ്രസും UDF-ഉം ലക്ഷ്യമിടുന്നത്. വയനാട് പാർലമെന്റ് നിയോജക മണ്ഡലത്തിന്റെ ഭാഗമായിട്ടുള്ള 7 അസംബ്ലി മണ്ഡലങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരാണ്, 10,000-കണക്കിന് പ്രവർത്തകരെയാണ് ഈ റോഡ് ഷോയിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി ഇവിടേക്ക് എത്തിക്കുന്നത്. നമുക്കറിയാം, 5 വർഷം മുൻപ് അദ്ദേഹം ആദ്യമായി വയനാട് മത്സരിക്കാൻ എത്തിയ സമയത്ത് കോഴിക്കോട് മുതൽ അദ്ദേഹത്തിന് സ്വീകരണങ്ങൾ നൽകിയിരുന്നു. അതേ തരത്തിൽ തന്നെ വയനാട് വന്നിറങ്ങുമ്പോൾ അവിസ്മരണീയമായ ഒരു സ്വീകരണം നൽകി, ഒരു ശക്തി പ്രകടനമാക്കി മാറ്റി. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ഔദ്യോഗികമായി തുടക്കമിടുകയാണ്, അല്ലെങ്കിൽ അതിന്റെ രണ്ടാം ഘട്ടത്തിന് തുടക്കമിടുകയാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ രാഹുൽ ഇപ്പോൾ മണ്ഡലത്തിൽ സുപരിചിതനാണെന്നും തങ്ങളുടെ വിഷമങ്ങൾ ഘട്ടങ്ങളിൽ ഓടിയെത്തുന്ന, എത്ര അകലെയാണെങ്കിലും ഓടിയെത്തുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണെന്നും രാഹുൽ ഗാന്ധി അങ്ങനെ മാറിയിട്ടുണ്ടെന്നുമാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. സ്വാഭാവികമായിട്ടും കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച ഭൂരിപക്ഷമാണ്. കഴിഞ്ഞ തവണ 4,31,000 ആണെങ്കിൽ ഇത്തവണ 5 ലക്ഷത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തോടെ രാഹുലിനെ വിജയിപ്പിക്കാനുള്ള പരിശ്രമത്തിലാണ് UDF ഉള്ളത്. രാഹുലിന്റെ ഈ ഒരു സാന്നിധ്യം വയനാട് മാത്രമാകില്ല, കേരളത്തിൽ വിവിധ മണ്ഡലങ്ങളിൽ അദ്ദേഹത്തിന്റെ പ്രചരണത്തിന് അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടാകും. അത് കേരളത്തിലെ UDF-ന് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. കാരണം കഴിഞ്ഞ തവണ 19 സീറ്റ് എന്ന വലിയ നമ്പറിലേക്ക്, മാജിക്കൽ നമ്പറിലേക്ക് UDF-ന് എത്താൻ സാധിച്ചത് രാഹുൽ ഗാന്ധിയുടെ കൂടി സാന്നിധ്യം കൊണ്ടാണെന്ന് വിലയിരുത്തലുണ്ട്. സ്വാഭാവികമായിട്ടും ഇത്തവണയും രാഹുൽ മത്സരിക്കുമ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ സുപരിചിതനായ ഒരു രാഹുൽ ഗാന്ധി കേരളത്തിൽ വീണ്ടും മത്സരിക്കുമ്പോൾ അതിന്റെ ഗുണം കേരളത്തിൽ ഒന്നാകെ ഉണ്ടാകുമെന്ന കണക്കുകൂട്ടൽ തന്നെയാണ് UDF-നുള്ളത്. ഇന്നത്തെ പരിപാടികൾ അദ്ദേഹം 11 മണിയോടെ ഇവിടെ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്നു. അതിനുശേഷം കൽപ്പറ്റയിലെ പുതിയ സ്റ്റാൻഡ് പരിസരത്ത് നിന്നും റോഡ് ഷോ ആരംഭിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, റോഡ് ഷോ സമാപിക്കുന്നതിന് മുൻപ് അദ്ദേഹം വോട്ടർമാരോട് സംസാരിക്കുമെന്നുള്ളതാണ്. തന്നെ കേൾക്കാൻ കാത്തിരിക്കുന്നവരോട് അദ്ദേഹം സംസാരിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഇലക്ഷന് മുൻപ് അദ്ദേഹം ആദ്യമായിട്ടായിരിക്കും വയനാട്ടിൽ അങ്ങനെ ഒരു ആശയ സംവാദം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു വാക്കുകൾ കേൾക്കുവാൻ വോട്ടർമാർക്ക് അവസരം കിട്ടുന്നത്. എന്താണെങ്കിലും അതിനുശേഷമായിരിക്കും അദ്ദേഹം പത്രികാ സമർപ്പണത്തിനായി കളക്ടറേറ്റിലേക്ക് പോവുക. തുടർന്ന് 2:30 വരെ അദ്ദേഹം വയനാട്ടിൽ തന്നെ ഉണ്ടാകും. നമുക്കറിയാം, UDF-ന്റെ നേതാക്കളെല്ലാം രാഹുൽ ഗാന്ധിയുടെ ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുവാൻ വേണ്ടി 10 മണിയോടെ 10:30യോടെയൊക്കെ വയനാട്ടിലേക്ക് എത്തും. PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ലീഗ് നേതാക്കൾ, അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ഉന്നത നേതാക്കളായ KPCC അധ്യക്ഷൻ K. സുധാകരനും KC വേണുഗോപാലും അടക്കമുള്ളവരും ഈ ഒരു റോഡ് ഷോയുടെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് ഈ റോഡ് ഷോയ്ക്ക് ശേഷം, പത്രികാ സമർപ്പണത്തിന് ശേഷം 2:30 വരെ സമയമുള്ളതിനാൽ അടുത്ത ഘട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾ
ആ സമയത്ത് ആലോചനകൾ നടക്കും. എന്താണെങ്കിലും രാഹുലിന്റെ രണ്ടാം വരവ് ഈ മാസം തന്നെ ഉണ്ടാകും. ഈ മാസം 15-16 തീയതികളായിട്ടാണ് ഉണ്ടാവുക എന്നാണ് ലഭ്യമാകുന്ന വിവരം. അന്ന് അദ്ദേഹം ഏതെല്ലാം മണ്ഡലങ്ങളിൽ പോകും, എവിടെയെല്ലാം പ്രചാരണം നടത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കുന്ന യോഗത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ UDF-നെ സംബന്ധിച്ച് വളരെ നിർണായകമായ ദിവസം തന്നെയാണ് ഇന്ന് വയനാടിന്റെ. ഡാൻ കുര്യൻ കൂടി ചേരുന്നുണ്ടോ? ഡാൻ, തീർച്ചയായും വയനാടിന്റെ MP അത് കോൺഗ്രസിന്റെ ദേശീയ മുഖം കൂടിയാണ്. പല വിമർശനങ്ങളും രാഷ്ട്രീയ എതിരാളികൾ ഉന്നയിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധി എത്ര തവണ വയനാട്ടിൽ എത്തിയിട്ടുണ്ട്, അതിലേറെ തവണ അവിടുത്തെ വന്യമൃഗങ്ങൾ വയനാട്ടിൽ എത്തിയിരുന്നു എന്ന തരത്തിലുള്ള ട്രോളുകൾ ഉൾപ്പെടെ. പക്ഷേ ദേശീയ നേതാവാണ്, സ്വാഭാവികമായും അദ്ദേഹത്തിന് അത്ര കണ്ട് മണ്ഡലത്തിൽ തുടരാൻ പറ്റുന്ന സാഹചര്യമല്ല. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ രണ്ടാം ന്യായ യാത്ര ആരംഭിച്ചിരുന്നു രാഹുൽ ഗാന്ധി. അത് പിന്നീട് വെട്ടിച്ചുരുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പക്ഷേ എടുത്തു പറയേണ്ടത്, പ്രധാനമന്ത്രിയുടെ കേരളത്തിലേക്കുള്ള തുടർച്ചയായുള്ള വരവുകൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടുമുമ്പ്, പ്രഖ്യാപിച്ച ശേഷം ഒക്കെയുള്ള ആ വരവുകൾ, അതിന് മറുപടി നൽകേണ്ടതുണ്ട് രാഹുൽ ഗാന്ധിക്ക്. അപ്പോൾ അങ്ങനെ ഒരു ഒരുക്കം ആണോ വയനാട്ടിൽ നടക്കുന്നത്? സ്വാഭാവികമായി അഭിലാഷ്, ദേശീയ രാഷ്ട്രീയത്തിന്റെ ശ്രദ്ധാകേന്ദ്രമായി ഇന്ന് വയനാട് മാറുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് കൊണ്ട് മാത്രമാകില്ല. അതിനും അപ്പുറത്തേക്ക് അഭിലാഷ് അല്പസമയം മുമ്പ് സൂചിപ്പിച്ച പോലെ ഒരുപക്ഷെ പ്രധാനമന്ത്രി പലതവണ കേരളത്തിൽ വന്നു പോവുകയും ദക്ഷിണേന്ത്യയെ കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ട് ഓപ്പറേഷൻ താമര അത് വിവിധ ഘട്ടങ്ങളായി പ്രവർത്തിച്ച് മുൻ മുഖ്യമന്ത്രിയുടെ മകളെ അടക്കം BJP-യിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള വലിയ നീക്കങ്ങൾ, ചടുലമായ നീക്കങ്ങൾ BJP-യുടെ ഭാഗത്തുനിന്നുണ്ടായി. അതിന് തടയിടാൻ എന്ത് തരത്തിലുള്ള രാഷ്ട്രീയ തന്ത്രമായിരിക്കും കോൺഗ്രസിന്റെ ക്യാമ്പിൽ കരുതി വെച്ചിരിക്കുക എന്ന വലിയ ചോദ്യമുണ്ട്. അത് ഏറെ നാളായി ആ ചോദ്യത്തിന് ഉത്തരം തേടുകയായിരുന്നു കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ. അവർക്ക് നടുവിലേക്കാണ് രാഹുൽ ഗാന്ധി സമയത്തിനകം റിപ്പൺ തവയ്ക്കൽ എസ്റ്റേറ്റ് മൈതാനത്തിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുക. രാഹുലിനൊപ്പം പ്രിയങ്ക ഗാന്ധിയും ഒരുപക്ഷെ ഉണ്ടായിരിക്കും എന്നാണ് സൂചന. അങ്ങനെയാണെങ്കിൽ വയനാടിന്റെ കണ്ണും മനസ്സും കാത്തിരിക്കുകയാണ്. വയനാടിന്റെ എക്കാലത്തെയും വലിയ ഭൂരിപക്ഷത്തിൽ, അല്ലെങ്കിൽ കേരളത്തിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ ഇവിടെ നിന്ന് പാർലമെന്റിലേക്ക് അയച്ച രാഹുൽ ഗാന്ധിയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് മുന്നോടിയായുള്ള റോഡ് ഷോ കാണുന്നതിന് വേണ്ടി നേരത്തെ അനുമോദ് സൂചിപ്പിച്ച പോലെ 3 ജില്ലകളിൽ നിന്നുള്ള, സ്വാഭാവികമായി ഈ വയനാട് ഉൾപ്പെടുന്ന വയനാട് ജില്ലയിലെ 3 മണ്ഡലങ്ങൾ, സുൽത്താൻ ബത്തേരി, അതോടൊപ്പം തന്നെ കൽപ്പറ്റ, അതോടൊപ്പം മാനന്തവാടി, അതിനു പുറമെ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള 3 മണ്ഡലങ്ങൾ, അതിനുമപ്പുറത്തേക്ക് കോഴിക്കോടിന്റെ 2 മണ്ഡലം, ഇങ്ങനെ 3 ജില്ലകളുടെ പ്രതിഫലനം വയനാട് ലോക്സഭാ മണ്ഡലത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിയുടെ വരവിനും അതേ സമാനമായ പ്രതിഫലനം തന്നെയായിരിക്കും ഉണ്ടാകുക. ഈ 3 ജില്ലകളിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ, കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളെ ആവേശത്തിലാക്കാൻ രാഹുൽ ഗാന്ധിയുടെ വരവിന് കഴിയുമെന്ന വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് കോൺഗ്രസ് ക്യാമ്പ് ഉള്ളത്. അതിൽ തന്നെ നമ്മൾ എടുത്തു പറയുന്ന കാര്യം വടകരയുടെ കാര്യമാണ്. കാരണം വടകരയിലെ രാഷ്ട്രീയ ചിത്രം നമുക്കറിയാം. വലിയ തരത്തിലുള്ള വാഗ്വാദങ്ങൾ, പ്രത്യാരോപണങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് വടകര. വടകരയിലടക്കം രാഹുൽ ഗാന്ധി ഇന്ന് വയനാട്ടിലെത്തി നടത്തുന്ന മാധ്യമങ്ങളോട് നടത്തുന്ന പ്രതികരണങ്ങൾ, അതിന് പ്രതിഫലനം വടകരയിലടക്കം ഉണ്ടാകുമെന്ന് തന്നെയാണ് വിലയിരുത്തൽ. ഏതായാലും 10 മണിയോടെയായിരിക്കും രാഹുൽ ഗാന്ധിയെ വഹിച്ചുകൊണ്ടുള്ള ഹെലികോപ്റ്റർ റിപ്പൺ തവക്കൽ എസ്റ്റേറ്റ് മൈതാനത്തിൽ എത്തുക. രാവിലത്തെ തണുപ്പിന്റെ ആലസ്യമൊക്കെ വിട്ട് കനത്ത ചൂടിലേക്ക് മാറുകയാണ് കൽപ്പറ്റ. ഞാനിപ്പോൾ നിൽക്കുന്നത് ബസ് സ്റ്റാൻഡ് പരിസരത്താണ്. ഇവിടെ നിന്നായിരിക്കും റോഡ് ഷോ ആരംഭിക്കുക. വലിയ സുരക്ഷാ സംവിധാനങ്ങളുമായി പോലീസും സുരക്ഷാ ഏജൻസികളുമൊക്കെ ഇവിടെ തയ്യാറാണ്. അഭിലാഷ്, അനുമോദ്, അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ ഡാൻ സൂചിപ്പിക്കുന്നത് പോലെ തെരഞ്ഞെടുപ്പ് വിഷയങ്ങൾ പലതാണ്. പക്ഷേ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ഉത്തരേന്ത്യയിൽ ഈ രാഹുൽ ഗാന്ധിയുടെ ക്യാമ്പയിനുകൾ, അതിൽ തന്നെ ലീഗിന്റെ കൊടിയൊക്കെ ഉപയോഗിക്കുന്നത് അത് പാകിസ്ഥാന്റെ പതാകയാണ് എന്ന തരത്തിലൊക്കെ ആയിരുന്നു ഉത്തരേന്ത്യയിൽ BJP പ്രചാരണം നടത്തിയത്. ഏറ്റവും ഒടുവിൽ കേരളത്തിന്റെ രാഷ്ട്രീയ വിഷയം SDPI-യിൽ എത്തി നിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടാകുന്നു. ഇന്നലെ സംസ്ഥാനത്തെ നേതാക്കൾ ഉൾപ്പെടെ, അതായത് BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻ, രാഹുൽ ഗാന്ധിയുടെ എതിരാളി, ദേശീയ മാധ്യമങ്ങൾക്ക് നൽകുന്ന പ്രതികരണങ്ങളിൽ SDPI എന്ന് പ്രയോഗിക്കുന്നില്ല, പോപ്പുലർ ഫ്രണ്ടിന്റെ പിന്തുണ ഇതാ കോൺഗ്രസിന് നൽകിയിരിക്കുന്നു എന്ന തരത്തിലുള്ള പ്രതികരണമാണ് സൃഷ്ടിച്ചെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രാഹുലിന്റെ വരവ് ദേശീയ തലത്തിൽ ചർച്ചയാകുന്നു. രാഹുലിന് ലഭിക്കുന്ന പിന്തുണ ആരുടേത്, ഇതൊക്കെ ദേശീയ രാഷ്ട്രീയത്തിൽ വരും മണിക്കൂറുകളിൽ കൂടി ചർച്ചയാകും. അതിൽ കേരളവും ഉൾപ്പെടുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അപ്പോൾ ഇത്തരം രാഷ്ട്രീയ വിഷയങ്ങൾക്ക് രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള മറുപടി ഉണ്ടാകാൻ സാധ്യതയുണ്ടോ?
അഭിലാഷ്, വളരെ പ്രസക്തമായ ഒരു കാര്യമാണ് അഭിലാഷ് സൂചിപ്പിച്ചത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ദേശീയ തലത്തിൽ കോൺഗ്രസിനുണ്ടായ തിരിച്ചടിയുടെ ഒരു പ്രധാന കാരണമായിട്ട് പലരും വിലയിരുത്തുന്നത് രാഹുൽ ഗാന്ധി കേരളത്തിൽ വയനാട്ടിൽ മത്സരിച്ചു എന്നുള്ളതാണ്. അതായത് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി മുസ്ലിം ലീഗ് പ്രചരണത്തിന് ശക്തമായി ഇറങ്ങുകയും രാഹുൽ ഗാന്ധിക്കൊപ്പം നിൽക്കുകയും ചെയ്തതാണ്. ഈ മുസ്ലിം ലീഗിന്റെ പതാകയെ പാകിസ്ഥാൻ പതാകയായി ചിത്രീകരിച്ചുകൊണ്ട് വ്യാഖ്യാനിച്ചുകൊണ്ട് BJP ദേശീയ തലത്തിൽ നടത്തിയ പ്രചാരണങ്ങൾ അത് വലിയ തോതിൽ തന്നെ ചർച്ച ചെയ്ത ഒന്നാണ്. ഈ അത്തരത്തിലുള്ള പ്രചാരണങ്ങളുടെ സ്വാധീനം കോൺഗ്രസിന് ദേശീയ തലത്തിൽ തിരിച്ചടി നൽകി എന്ന വിലയിരുത്തൽ സജീവമായിട്ടുണ്ട്. അത് ഏറെക്കുറെ ശരിയുമാണ്. അങ്ങനെ ഒരു യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കുമ്പോഴാണ് രണ്ടാം വരവിൽ അദ്ദേഹത്തിന് മുമ്പിൽ SDP-യുടെ പിന്തുണ എന്ന വലിയ ഒരു ചോദ്യം BJP ഉന്നയിച്ചിരിക്കുന്നത്. BJP-യുടെ ചോദ്യങ്ങൾക്ക് രാഹുൽ ഗാന്ധി മറുപടി നൽകും എന്ന് ഒരിക്കലും കരുതാനാകില്ല. മാത്രമല്ല, ഈ തരത്തിൽ SDP-ഐ UDF-ന്റെയോ കോൺഗ്രസിന്റെയോ എവിടെയും ഒരു സഖ്യകക്ഷിയോ ഘടകകക്ഷിയോ ഒന്നുമല്ല. അവരവരുടെ സ്വമേധയാ വോട്ട് നൽകുന്നത് കോൺഗ്രസുമായി ആലോചിച്ചല്ല എന്നൊക്കെ കോൺഗ്രസ് നേതാക്കളൊക്കെ പറയുമ്പോൾ പോലും ഈ ഒരു വിഷയം വലിയ തോതിൽ ചർച്ചയാകുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പ്രത്യേകിച്ച് കെ സുരേന്ദ്രൻ മത്സരിക്കുന്ന വയനാട് BJP-യുടെ ദേശീയ നേതാക്കൾ ഇനി തുടർച്ചയായുള്ള ദിവസങ്ങളിൽ വരാനിരിക്കെ ഈ ഒരു SDP-യുടെ വോട്ട് വിഷയം വലിയ തോതിൽ തന്നെ ദേശീയ തലത്തിൽ ചർച്ചയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിനെ ഏത് തരത്തിലാണ് വിശദീകരിക്കുക, അല്ലെങ്കിൽ വ്യാഖ്യാനങ്ങൾക്ക് അതീതമായിട്ട് ഒരു വിശദീകരിച്ച് ഈ പരിക്ക് കൂടാതെ മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകും എന്നുള്ളത് കോൺഗ്രസിന് മുമ്പിൽ ഒരു തലവേദനയുള്ള കാര്യം തന്നെയാണ്. രാഹുൽ ഗാന്ധി ഈ വിഷയത്തിൽ പ്രതികരിക്കുമെന്ന് കരുതാനാകില്ല. കാരണം രാഹുൽ ഒരിക്കലും ഇത്തരം സംസ്ഥാനത്തിലെ രാഷ്ട്രീയത്തിൽ നിന്ന് ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് അദ്ദേഹം പ്രസംഗത്തിലോ അതല്ലാതെയോ പ്രതികരിച്ച് നമ്മൾ കണ്ടിട്ടില്ല. അത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു കാര്യമാണെങ്കിലും കഴിഞ്ഞ തവണ കഴിഞ്ഞ 5 വർഷമായിട്ട് അദ്ദേഹം പല കാലയളവിലായിട്ട് വയനാട്ടിലെത്തുന്നതാണ്. പല രാഷ്ട്രീയ വേദികളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. പക്ഷേ അപ്പോൾ പോലും അപൂർവം ചില അവസരങ്ങളിലൊഴികെ ഇടതുപക്ഷത്തെ കടന്നാക്രമിക്കുന്ന തരത്തിലൊരു പ്രസംഗം രാഹുലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. അതിപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലാണെങ്കിലും ദേശീയ തലത്തിൽ ഊന്നിക്കൊണ്ടുള്ള പ്രചാരണം തന്നെയാണ് രാഹുൽ എപ്പോഴും വയനാട്ടിൽ നടത്തുന്നത്. അദ്ദേഹത്തിന്റെ പ്രസംഗവും അത്തരത്തിൽ തന്നെയാകും. അതുകൊണ്ട് തന്നെ SDP-യുടെ പിന്തുണയെക്കുറിച്ച് രാഹുലിന്റെ ഭാഗത്തുനിന്ന് ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത് SDP-യുടെ പിന്തുണ ദേശീയ തലത്തിൽ BJP വലിയ ചർച്ചാ വിഷയമാക്കും. അത് എങ്ങനെ പ്രതിരോധിക്കണമെന്ന് കോൺഗ്രസ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസിന് മുമ്പിൽ ഈ ഒരു പിന്തുണ ഒരു തലവേദനയായി മാറും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം ഇനിയുള്ള ദിവസങ്ങളിൽ BJP-യുടെ പ്രചരണം സ്വാഭാവികമായിട്ടും ഇത് മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കും എന്നുള്ളതും ഉറപ്പാണ്. അഭിലാഷ്, റൈറ്റ്. ഒപ്പം ഡാൻ, മറ്റൊന്ന് ഈ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ദേശീയ തലത്തിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ് CPM-ഉം CPI-യും ഉൾപ്പെടെയുള്ള ഇടതു പാർട്ടികൾ. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം ന്യായയാത്ര ഉൾപ്പെടെ നടത്തുമ്പോൾ ഈ തരം, അതായത് ഇടതുപക്ഷ പാർട്ടികൾക്കെതിരെ വിമർശനം ഉന്നയിക്കുന്നില്ല. പക്ഷേ കേരളത്തിലേക്ക് വരുമ്പോൾ പ്രധാന എതിരാളികൾ എന്നത് കോൺഗ്രസും അല്ലെങ്കിൽ UDF-ഉം LDF-ഉം ആണ്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ആനി രാജയെക്കുറിച്ച് പറഞ്ഞത് കേരളത്തിലെ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന എല്ലാവരും ശ്രദ്ധയോടെ കേട്ടതാണ്. അപ്പോൾ അങ്ങനെയൊരു കൺഫ്യൂഷനും ആശയക്കുഴപ്പവും ഒക്കെ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലേക്ക് എത്തുമ്പോൾ ഉണ്ട് എന്നത് വസ്തുതയാണ്. ഏത് തരത്തിൽ അദ്ദേഹത്തിന് പ്രതികരിക്കാൻ സാധിക്കും, ആരെ വിമർശിക്കാൻ സാധിക്കും, ആരാണ് മുഖ്യ എതിരാളി എന്ന ചോദ്യത്തിന് എന്തു മറുപടി നൽകാൻ സാധിക്കും, ഇതെല്ലാം രാഹുലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയങ്ങളാണ്. എങ്കിൽ പോലും വയനാട്ടിലെ ജനത എന്ത് ചിന്തിക്കുന്നു എന്നതാണല്ലോ പ്രധാനപ്പെട്ടത്. ഇപ്പോൾ കഴിഞ്ഞ വാർത്തയിൽ അനുമോദ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് അവിടുത്തെ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള നേതാക്കളൊക്കെ പറയുന്നത് ഭൂരിപക്ഷം കൂടുമെന്നാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്, അങ്ങനെ ഒരു ശക്തിപ്രകടനം ഞങ്ങൾക്ക് കാണിക്കേണ്ടതുണ്ട്. ആ ലക്ഷ്യത്തോടെയാണോ രാഹുലിന്റെ വരവിനെ ഏറ്റെടുക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകർ? അഭിലാഷ്, ഈ രാഹുൽ ഗാന്ധി ആദ്യഘട്ടത്തിൽ വയനാട്ടിലേക്ക് മത്സരരംഗത്തേക്ക് എത്തുമ്പോൾ അത് കേരളത്തെ സംബന്ധിച്ച് ദേശീയ തലത്തിൽ തന്നെ വലിയ തലത്തിൽ അപ്രതീക്ഷിതമായ നീക്കം, അതും വയനാട് പോലെ ഒരു മലയോര മേഖലയിലേക്ക് ഇന്ത്യ, അതായത് കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാണിക്കുന്ന ഒരാൾ എന്തിന് മത്സരിക്കാൻ എത്തുന്നു എന്ന ചോദ്യം അന്നു മുതൽ ഉയർന്നതാണ്. ആ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടാൻ തന്നെ കേരളത്തിന്റെ കോൺഗ്രസ് പ്രവർത്തകർക്ക് വയനാടിന് തന്നെ ഏറെ കാത്തിരിക്കേണ്ടി വന്നിട്ടുണ്ട്. കാരണം അപ്രതീക്ഷിതമായ ഒരു നീക്കമായിരുന്നു അന്ന് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ കേരളത്തിന്റെ ചരിത്രത്തിലെ ലോക്സഭാ ചരിത്രത്തിൽ ഒരു സ്ഥാനാർത്ഥിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷം 4,30,000-ത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ഇവിടെ നിന്ന് രാഹുൽ ഗാന്ധി ജയിച്ച് ലോക്സഭയിലേക്ക് എത്തിയതാണ്. എന്തായാലും
അദ്ദേഹം വീണ്ടും ഇവിടെ മത്സര രംഗത്തേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ട ചില അനിശ്ചിതത്വങ്ങൾ നിലനിന്നിരുന്നു. ഒരുപക്ഷെ അദ്ദേഹം വയനാട്ടിൽ മത്സരിക്കത്തില്ല എന്ന തരത്തിലുള്ള സൂചനകൾ വരെ വന്നു. പക്ഷേ അപ്പോഴും കൃത്യമായ നിലപാടുമായി സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം രംഗത്തെത്തിയതിന് പ്രധാനപ്പെട്ട കാരണം ഏതെങ്കിലും വിധേന രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നതിൽ നിന്ന് പിന്മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ബിജെപിയുടെ ഭാഗത്തുനിന്ന് സ്വാഭാവികമായി എപ്പോഴും ഉയരുന്ന ആരോപണം അവർ സംസ്ഥാനത്ത് മാത്രമാണ് അവർ ഈ ശത്രുക്കളെ പോലെ അഭിനയിക്കുന്നത്, സംസ്ഥാനത്തിനപ്പുറത്തേക്ക് പോയാൽ അവർ തോളിൽ കയറ്റി നടക്കുന്ന ചങ്ങാതിമാരാണ് എന്ന തരത്തിലുള്ള പ്രചാരണങ്ങളുടെ ആക്കം കൂടുമായിരുന്നു. അത് കോൺഗ്രസ് നേതൃത്വത്തെ അസ്വസ്ഥമാക്കുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഏത് വിധേനയും എന്ത് വില കൊടുത്തും രാഹുൽ ഗാന്ധിയെ വയനാട്ടിൽ മത്സരിപ്പിക്കുന്നതിന് വേണ്ടി അക്ഷീണമായ പ്രയത്നം കോൺഗ്രസിന്റെ സംസ്ഥാന നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായത്. നേരത്തെ അഭിലാഷ് സൂചിപ്പിച്ച പോലെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി CPM-ഉം CPI-യും കോൺഗ്രസും എല്ലാം UDF-ഉം എല്ലാം ഒരുമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്തരമൊരു പശ്ചാത്തലത്തിൽ കേരളത്തിൽ വന്ന് വയനാട്ടിലെത്തി രാഹുൽ ഗാന്ധി കേരളത്തിലെ മുഖ്യ എതിരാളികളായ CPM-നെതിരെ എന്ത് പറയും എന്നൊരു ചോദ്യമുണ്ട്. അവിടെ നയപരമായ ഒരു മൗനം തുടരുമോ അതോ അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ പ്രതിയോഗികളോട് കൃത്യമായ രാഷ്ട്രീയ മറുപടി നൽകാൻ രാഹുൽ ഗാന്ധി തയ്യാറാക്കുമോ? ഈ വലിയ ആകാംക്ഷ ഉണർത്തുന്ന ചോദ്യത്തിന് 2 മണിക്കൂറകം മറുപടി ലഭിക്കും. ഒരുപക്ഷെ ഈ റോഡ് ഷോയ്ക്കിടയിൽ അദ്ദേഹം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യാൻ തന്നെയാണ് സാധ്യത. അവിടെ തീർച്ചയായും ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് എത്തുന്നതിന്. ഇന്നത്തെ രാഷ്ട്രീയ ശ്രദ്ധാകേന്ദ്രം തീർച്ചയായും വയനാട് തന്നെയായിരിക്കും.